നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പത്തെ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എന്റെ പ്രണാമം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പൊ നമ്മള് ഇന്ന് ഹരേ കൃഷ്ണ ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധം അല്ലെ ആദ്യത്തെ കാണ്ഡം ഗോലോക കാണ്ഡമാണ് നോക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 10 കാണ്ഡമാണുള്ളത്. അതിനകത്ത് ആദ്യത്തെയാണ് ഗോലോക കാണ്ഡം. ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ ആണ് ശ്രീകൃഷ്ണ മാഹാത്മ്യ വർണ്ണന. അപ്പൊ ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആദ്യം എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നരനാരായണന്മാരെയും സരസ്വതി ദേവിയെയും വ്യാസ മഹർഷിയെയും എല്ലാരെയും സ്മരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ? നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. അത് കഴിഞ്ഞിട്ട് നമ്മള് രാധാപതിയായിട്ടുള്ള ശ്രീകൃഷ്ണനെ നമ്മൾ സ്മരിക്കുന്നുണ്ട്. അതായത് അവരെങ്ങനെ ഇരിക്കുന്നേ? രാധാകൃഷ്ണന്മാര് വൃന്ദാവനത്തില് നമ്മൾ ഈ ഇല പൊഴിയുന്ന ഒരു സീസൺ ഉണ്ടല്ലോ. അപ്പൊ ആ ഇലയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഗോൾഡൻ അല്ലെ, സ്വർണ്ണ ഈ അല്ല ചുമന്ന തരത്തിലുള്ള ഇലകളല്ലേ, അതുപോലെ ആ ഇലയുടെ ആ കളർ എങ്ങനെ ഗോൾഡൻ റെഡിഷ് ആയിട്ടുള്ള കളറാണ്. അതുപോലത്തെ പ്രകാശം എപ്പോഴും പരത്തിക്കൊണ്ടിരിക്കുന്ന ആ വ്രജഭൂമിയുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ രാധാകൃഷ്ണന്മാരെ എപ്പോഴും നമ്മൾ സ്മരിച്ച് നമ്മുടെ അവരുടെ ആ ഒരു പാതാരവിന്ദത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വ്യാസമഹർഷിയെ നമ്മൾ സ്മരിക്കണം. വ്യാസമഹർഷി എങ്ങനെയാണ്? വ്യാസമഹർഷിയുടെ ആ ഒരു അറിവ് അല്ലെങ്കിൽ അറിവുകളെല്ലാം തേൻ പോലെ. ഇപ്പം നമ്മള് ഭാഗവതമൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം തേൻ പോലെ നമ്മളത് വായിക്കും തോറും അല്ലെങ്കിൽ അത് ആ ശ്രീമദ് ഭാഗവതം ആകുന്ന തേൻ നമ്മൾ കുടിക്കും തോറും നമുക്ക് വീണ്ടും 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 ഭഗവാനെ കുറിച്ചുള്ള കഥകൾ അല്ലെങ്കിൽ ഭഗവാന്റെ കഥകളോടുള്ള ആ ഒരു സ്നേഹം നമുക്ക് അല്ലെങ്കിൽ ആ ഒരു മാധുര്യം കൂടിക്കൂടി വരികയാണ്. അപ്പോ ആ വ്യാസ മഹർഷിയെ ആരാണോ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ആ വ്യാസ മഹർഷിയെ നമ്മൾ സ്മരിക്കുന്നു. എന്തിനാ? ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും എന്റെ ഓരോ വാക്കുകളെയും പരിശുദ്ധമാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ വ്യാസ മഹർഷിയെയും കൂടെ സ്മരിച്ചിട്ടാണ് എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഗർഗ മഹർഷിയാണ് അപ്പോ ഫസ്റ്റ് നമ്മുടെ ഓപ്പണിംഗ് സീൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇമാജിൻ ചെയ്തെടുക്കണം. ഓരോന്ന് പറയും തോറും നമ്മൾ ഓരോ സീൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തെടുക്കണം. ഗർഗ മഹർഷി നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ്. അങ്ങനെ നൈമിഷാരണ്യത്തിൽ എത്തുമ്പോഴത്തേക്കും അവിടെ
ശൗനക മഹർഷിയുണ്ട്. അങ്ങനെ ശൗനക മഹർഷിയുടെ ശിഷ്യന്മാര്, കൂടെയുള്ള കുറെ മഹർഷിമാര് അവിടെ ഇരുന്ന് ഓരോ ഭഗവാനെ കുറിച്ചുള്ള കഥകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗർഗ മഹർഷി അവിടെ എത്തുന്നത്. വലിയ വലിയ മഹർഷികള് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും അവർ ഓടിച്ചെന്ന് ഗർഗ മഹർഷി അവിടെ ഇരുത്തി കാലൊക്കെ കഴുകി വേണ്ട വിധത്തിലുള്ള പൂജകളൊക്കെ ചെയ്ത് ആദ്യം ആ വന്ന മഹർഷിയെ അവർ ഭയങ്കരമായിട്ട് പെടുത്തും. എന്ന് വെച്ചാ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഗൃഹസ്ഥരായിട്ടുള്ളവരുടെ വീട്ടിലോട്ടൊക്കെ ഇതുപോലത്തെ വലിയ വലിയ മഹർഷിമാരൊക്കെ വരുമ്പോഴത്തേക്കും അവരെന്തെങ്കിലും ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാനാണ് അവര് വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരുമ്പോഴത്തേക്കും കൂടുതൽ ആ വീട്ടിലുള്ള എല്ലാവരും കൃഷ്ണ കോൺഷ്യസ് ആവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും തിരിച്ച് ഭഗവാന്റെ അടുത്ത് എത്താനും ഭഗവാനോടുള്ള ഒരു ഭക്തി കൂട്ടാനും അത് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതുപോലത്തെ ഗുരുക്കന്മാര് അല്ലെങ്കിൽ എല്ലാരും വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഒരു ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് അവരെ ആദ്യം ഇരുത്തി കാലെല്ലാം കഴുകി ഭക്ഷണമൊക്കെ കൊടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ ശൗനക മഹർഷി പറയാണ്, ഗർഗ മഹർഷിയുടെ അടുത്ത് പറയാണ്, ഇതുപോലത്തെ വലിയ വലിയ മഹാന്മാരായിട്ടുള്ള മഹർഷിമാരുടെ അവർ എവിടെ പോകുന്നോ അവിടെ എല്ലാം ഭയങ്കര പരിശുദ്ധമായിട്ട് തീർക്കും. അവരെപ്പോഴും ഇതുപോലത്തെ ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ പകരാനായിട്ടാണ് അങ്ങ് ഇതുപോലെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെയും ഈ ഒരു ഇരുട്ട്, ഞങ്ങളുടെ മനസ്സിലുള്ള ഇരുട്ട് അങ്ങ് ഇരുട്ട് അങ്ങ് ഇല്ലാതാക്കിയാൽ, നമ്മളിപ്പോ എന്നും ഉദിക്കുന്നതാണ് സൂര്യൻ അല്ലെ? ഈ സൂര്യൻ ഉദിക്കുമ്പോ ആ രാത്രിയുടെ ആ ഇരുട്ട് മാറി പ്രകാശം വരും. പക്ഷെ എന്നും സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആ ഇരുട്ട് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ചിന്തകൾ, അങ്ങനത്തെ കാര്യങ്ങൾ മാറുന്നില്ല. പക്ഷെ എപ്പോഴാണോ ഒരു വലിയ മഹാനായ മഹർഷിമാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സത്സംഗം വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട് അപ്പോഴാണ് മാറുന്നത്. അതുകൊണ്ട് എന്നിട്ടും ശൗനക മഹർഷി ചോദിക്കുന്നു, ഹേ ഗർഗ മഹർഷി, എനിക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അവതാരത്തിനെ പറ്റി എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, അങ്ങ് എനിക്കത് പറഞ്ഞു തരൂ എന്ന് പറയാണ്. അങ്ങനെ ഗർഗ മഹർഷി പറയാൻ തുടങ്ങാണ്. ഗർഗ മഹർഷി പറയുന്നു, അങ്ങ് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കേൾക്കുന്നവരും പറയുന്നവരും ചോദിക്കുന്നവരും എല്ലാവർക്കും മംഗളം പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാന് അങ്ങേക്ക് ഒരു നടന്ന സംഭവം പറഞ്ഞു തരാം. ഇത് കേൾക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും നശിച്ചു പോകും. ഓക്കെ. എന്നിട്ടാണ് ഗർഗ മഹർഷി നാരദ മഹർഷിയുടെ ബഹുളാശ്വ മഹാരാജാവിന്റെ ഒരു സംഭാഷണം പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഗർഗ മഹർഷി പറയാണ്, ഒരു ദിവസം നാരദ മഹർഷി ആകാശത്തിലൂടെയും എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം മിഥില എന്ന് പറയുന്ന ദേശത്തേക്ക് വരികയാണ്. നമുക്കറിയാം മിഥിലാപുരി എന്ന് പറയുന്ന സീതാദേവിയുടെ അച്ഛൻ ഭരിച്ചത് മിഥില രാജ്യമാണ്. അങ്ങനെ മിഥിലാപുരിയിൽ വരികയാണ്. അവിടുത്തെ ആ സമയത്തെ രാജാവിന്റെ പേരാണ് ബഹുളാശ്വ മഹാരാജാവ്. ഈ ബഹുളാശ്വ മഹാരാജാവ് ജനക മഹാരാജാവിന്റെ ഒരു പിൻഗാമിയാണ്. അങ്ങനെ നാരദ മഹർഷി കയറി വന്നപ്പോഴത്തേക്കും രാജാവിന് ഭയങ്കര സന്തോഷമായി. ബഹുളാശ്വ മഹാരാജാവ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ഭയങ്കര വലിയൊരു ഭക്തനാണ്, അല്ലെങ്കിൽ ഇപ്പൊ രാമചന്ദ്രന്റെ ഭയങ്കര വലിയ ഭക്തനാണ്, കൃഷ്ണന്റെ ഭക്തനാണ്. അങ്ങനെ ബഹുളാശ്വ മഹാരാജാവ് നാരദ മഹർഷി ഒരു രാജാവിന്റെ വീട്ടിൽ വരണമെങ്കിൽ, കൊട്ടാരത്തിൽ വരണമെങ്കിൽ ആ രാജാവ് എത്ര വലിയ കൃഷ്ണ ഭക്തനായിരിക്കണം അല്ലെ? നാരദ മഹർഷി വരുമ്പോഴെല്ലാം ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബഹുളാശ്വ മഹാരാജാവ് നാരദ മഹർഷിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. നാരദ മഹർഷി ഇരുത്തി ഇതുപോലെ കാലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടിരിക്കുകയാണ്. അങ്ങനെ ബഹുളാശ്വ മഹാരാജാവ് നാരദ മഹർഷിയുടെ അടുത്ത് ഇതുപോലെ ഈ പിക്ചറിൽ കാണാം ചോദിക്കുവാണ്,
ഹേ നാരദ മഹർഷി, ഭഗവാൻ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ സനാതനാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്, ഒരിക്കലും ഇല്ല, ഭഗവാൻ ഇല്ലാത്ത ഒരു സമയം ഒരിക്കലും ഇല്ല, അല്ലെ? ഇറ്റേണൽ ആണ് ഭഗവാൻ എപ്പോഴും. എന്താണ്? സനാതനാണ്, അജനാണ്. അജൻ എന്ന് വെച്ചാൽ എന്താണ്? ജനിക്കാത്തവൻ. ഭഗവാന് ജനനമോ മരണമോ ഇല്ല. ഭഗവാൻ ആ സമയമാകുമ്പോഴത്തേക്ക് അവതരിക്കുകയാണ് ചെയ്യുന്നത്. ഉം ആ അജനായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന ആ സുപ്രീം, ആ എന്താണ്, പരമാത്മാവ് നമ്മളിൽ എല്ലാവരും ഉണ്ട്, അല്ലെ? അപ്പോ ഈ ഇതുപോലെ ഭൂമിയിൽ അവതരിക്കുമ്പോഴത്തേക്കും എന്താണ്, ആ സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ ഫോം ഉണ്ട്. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു ശരീരം സ്വീകരിച്ചാണ് ഭൂമിയിൽ നിൽക്കുന്നത്. അതൊരു മനുഷ്യന്റെ ശരീരമാവാം, മൃഗത്തിന്റെ ശരീരമാവാം, മരത്തിന്റെ ശരീരമാവാം. പക്ഷെ ഇതുപോലെ ഭഗവാൻ അവതരിക്കുമ്പോഴത്തേക്കും ഇതുപോലെ എന്താണ്, ഭഗവാന്റെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ആ രൂപം വിട്ടിട്ട് ഭഗവാൻ ഇതുപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു ശരീരം സ്വീകരിക്കുവാണോ? അങ്ങനാണോ ഭൂമിയിൽ വരുമ്പോ അങ്ങനെ എന്താ ഭഗവാൻ അവതരിക്കുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പറയാം. അങ്ങനെ നാരദ മഹർഷി പറയാണ്, ശ്രീകൃഷ്ണൻ ഭൂമിയിൽ വരുന്നത് പശുക്കളെ, ബ്രാഹ്മണന്മാരെ, സാധുജനങ്ങളെ, ദേവങ്ങളെ, വേദങ്ങളെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഒരിക്കലും തന്നെ ശ്രീകൃഷ്ണൻ ഒരു ഭൗതികമായിട്ടുള്ള ശരീരം സ്വീകരിക്കുന്നില്ല. ഭഗവാൻ എങ്ങനാണോ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നത് ആ ഒരു സെയിം രൂപത്തിലാണ് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോഴുള്ള ഭഗവാന്റെ രൂപം. അപ്പം ഈ ഭാഗവതത്തിനകത്തൊക്കെ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന രൂപം എല്ലാം ആ സമയത്ത് അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിൽ എങ്ങനാണോ ഭഗവാൻ ഇരിക്കുന്നത് അതുപോലാണ് വ്യാസമഹർഷി വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഭഗവാന് ആ ശ്രീകൃഷ്ണനിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ മിക്ക അവതാരങ്ങളും എന്താണ്, ഭൂമിയിൽ എന്താണ് വരുമ്പോഴത്തേക്കും വേറെ വേറെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫോം ഒക്കെ സ്വീകരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്കറിയാം ആ ഭഗവാന് മാത്രമേ നമ്മളെ മായയിലാക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇപ്പം ഒരു എന്താ ആക്ട് ചെയ്യുന്ന ആള്, ഒരു എന്താ അഭിനയിക്കുന്ന ഒരാള്, ആ ആ അഭിനയിക്കുന്ന ആൾക്കറിയാം ആ ആൾ ആരാണെന്ന്. പക്ഷെ നമ്മളിപ്പോ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മള് വേറൊരു ക്യാരക്ടറിനെ അല്ലേ കാണുന്നത്. അതുപോലെ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ്, ശ്രീകൃഷ്ണന് നമ്മളെ മായയിലാക്കാൻ പറ്റും, പക്ഷെ ഭഗവാൻ അറിയാം എങ്ങനെയാണ്, ആരാണ്, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഭഗവാന് അവതാരങ്ങൾ എടുക്കാം? ഇതുപോലെ ഭൂമിയിൽ ഇതുപോലെ സഫർ ചെയ്യുന്ന, ഓരോ പ്രശ്നങ്ങൾ അനുഭവിച്ചിരിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മുക്തി കൊടുക്കാനായിട്ട് എത്ര തരത്തിലുള്ള, എങ്ങനത്തെയൊക്കെ അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിക്കും എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി ഭഗവാന്റെ ഓരോ തരത്തിലുള്ള അവതാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ പറയുകയാണ്. ഇതിനകത്ത് കണ്ടറിയാം, കാണുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് പറയാണ്, നാരദ മഹർഷി പറയാണ്, ശ്രീകൃഷ്ണൻ 6 തരത്തിലുള്ള ഇൻകാർണേഷൻ അല്ലെങ്കിൽ അവതാരങ്ങളാണ് എടുക്കുന്നത്. ആദ്യത്തേത് അംശ അവതാരം, പിന്നെ അംശ അവതാരം, ശക്തി ആവേശ അവതാരം, കലാ അവതാരം, പൂർണ്ണ അവതാരം, പരിപൂർണ അവതാരം. അങ്ങനെ 6 രീതിയിലുള്ള അവതാരങ്ങളാണ് എടുക്കുന്നത്. ഇതിനകത്ത് ആദ്യത്തെ നോക്കാം, അംശ അവതാരം. അംശ അവതാരം ഇതിന്റെ എക്സാമ്പിള് മരീചി. മരീചി എന്ന് പറയുന്നത് ഒരു ഒരു മഹർഷിയാണ്. കൂടുതൽ ആ അവതാരത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഗർഗഭാഗവതത്തിൽ അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഫോട്ടോസ് ഓരോന്നായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ അംശ അവതാരം എന്ന് പറയുന്ന അതിന്റെ എക്സാമ്പിള് മരീചിയാണ്. അതൊരു മഹർഷിയാണ്. ഒരു എന്ന് വെച്ചാൽ ഭഗവാന്റെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ അവതാരങ്ങളും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി അവതരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർ തിരിച്ച്
ഭഗവാനിലോട്ട് തന്നെ ലയിക്കും. അപ്പൊ അംശാവതാരത്തിന്റെ എക്സാമ്പിൾ ആണ് മരീചി. അടുത്തത് അംശ അവതാരം. ഈ സൈഡിൽ കൊടുത്ത് ഏറ്റവും റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നോക്കാം. അല്ല, അംശ അവതാരം. അംശ അവതാരത്തിനകത്താണ് കപില മുനി കൂർമ്മ അവതാരം. ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ മാറ്റിയിട്ട് ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, അംശ അവതാരത്തിനകത്താണ് അല്ല, ദത്താത്രേയ മുനി വരുന്നത്. അംശ അവതാരത്തിന്റെ എക്സാമ്പിൾ ആണ് ദത്താത്രേയൻ. പിന്നെ ശക്തി ആവേശ അവതാരം. ശക്തി ആയത് അതിന്റെ എക്സാമ്പിൾ പരശുരാമൻ കൊടുത്തു. ഈ പരശുരാമൻ എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും ഒരു ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത്. പക്ഷെ ഒരു ക്ഷത്രിയന്റെ സ്വഭാവം അല്ലെങ്കിൽ ക്ഷത്രിയൻ എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത്, അല്ലെ? ഈ ബ്രാഹ്മണർ എന്നൊക്കെ പറയുന്ന എങ്ങനത്തെ ഉള്ള ആൾക്കാരാ? എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ഒരു ആൾക്കാരാണ് ബ്രാഹ്മണന്മാര്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാം പരശുരാമൻ എന്ന് പറയുന്ന 21 തവണയാണ് ക്ഷത്രിയന്മാരെ കൊന്നിട്ടുള്ളത്. അപ്പോ ആ ക്ഷത്രിയന്മാരെ കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണനിലോട്ട് ഭഗവാൻ ആവേശിച്ചതാണ്. മനസ്സിലായോ? അതാണ് ശക്തി ആവേശം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ അതുപോലത്തെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് കാണാം. ഇതിനകത്ത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാൻ ഓരോ നിമിഷവും ഓരോ അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പക്ഷെ അറിയുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ ഭയങ്കര ആരും രക്ഷിക്കാനില്ല, എവിടെയെങ്കിലും അകപ്പെട്ടു പോയി, അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലേ? അപ്പോഴൊക്കെ ആരെങ്കിലും ഒരാൾ നമ്മളെ വന്ന് ചുമ്മാ സഹായിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അവരെ നേരത്തെ കണ്ടിട്ട് പോലും കാണത്തില്ല, നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാള് ആ ഭഗവാൻ നമ്മൾ വരത്തില്ലേ, ഭഗവാൻ വന്ന് രക്ഷിച്ച പോലെ ആരെങ്കിലും ഒരാൾക്ക് ആ സമയത്ത് നമ്മളെ വന്ന് രക്ഷിക്കാൻ തോന്നിപ്പിക്കും. അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഭഗവാൻ അവർക്ക് അങ്ങനെ ഒരു എന്ന് വെച്ചാൽ നമ്മളെ കണ്ടിട്ട് പോലും കാണത്തില്ല. അപ്പൊ ഭഗവാൻ തോന്നിപ്പിക്കുകയാണ് ആ ഒരു മനുഷ്യനെ ഈ നമ്മളെ വന്ന് രക്ഷിക്കാനായിട്ട്. അപ്പൊ അവിടെ ഭഗവാൻ ആവേശിച്ചതാണെന്ന് പറയാം. അപ്പൊ അതാണ് ശക്തി ആവേശ അവതാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ മിക്ക ഇതുപോലത്തെ സാഹചര്യങ്ങളും നമ്മളെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ കലാ അവതാരത്തിന്റെ എക്സാമ്പിൾ ആണ് കപില മഹർഷി, പിന്നെ കൂർമ്മ അവതാരം ഒക്കെ കലാ അവതാരങ്ങളുടെ എക്സാമ്പിൾ ആണ്. പിന്നെ പൂർണ്ണ അവതാരം എന്ന് പറയുന്ന നരസിംഹം, രാമൻ, നാരായണൻ, ഹരി, വിഷ്ണു, പിന്നാരാ നരനാരായണന്മാര്, ഇതെല്ലാം പൂർണ്ണ അവതാരത്തിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ അവസാനം പരിപൂർണതമ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള അവതാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവതാരമല്ല, ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ഫോം എന്ന് പറയുന്നത് അവതാരമല്ല, അവതാരി എന്ന് പറയുന്നതാണ് ശ്രീകൃഷ്ണൻ. അതായത് പരിപൂർണതമ എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലുള്ളത് മനസ്സിലായല്ലോ. അംശാവതാരം, അംശാവതാരം, കലാവതാരം, ശക്തി ആവേശ അവതാരം, പൂർണ്ണ അവതാരം, പരിപൂർണതമ എന്നും പറയും. അങ്ങനെ ഇത്രയും 6 രീതിയിലുള്ള അവതാരങ്ങളാണ് ഭഗവാൻ എടുക്കുന്നത്. പരിപൂർണതമ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. അത് സുപ്രീം കംപ്ലീറ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ഫോമാണ്. ഈ ഭഗവാനാണ് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നാഥനായിട്ട് എവിടെ ഗോലോക വൃന്ദാവനത്തില് വസിക്കുന്നത്. അപ്പോ ഇപ്പൊ എന്തിനാണ് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ വേണ്ടി, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ ഭൂമിയിലോട്ട് വരുന്നത്. ഭഗവാൻ ഭൂമിയിൽ വന്ന ഒരു കോടിക്കണക്കിന് ചെറിയത് തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ ചെയ്തിട്ടായിരിക്കും ഭഗവാൻ പോകുന്നത്. എല്ലാം കൂടെ ഭഗവാൻ ഇവിടെ ഭൂമിയിൽ വന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് ഭഗവാന്റെ ഓരോ കഥകൾ കേട്ടാൽ അറിയാം, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ വരെ ചെയ്തിട്ടാണ് ഭഗവാൻ പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ ശ്രീകൃഷ്ണനോട് ഈക്വൽ അല്ല.
ഭഗവാന് സമാനമായിട്ട്, ശ്രീകൃഷ്ണനോട് സമാനമായിട്ട് ഒരു അവതാരങ്ങളും ദൈവങ്ങളും ഇല്ല. അപ്പൊ ബഹുളാശ മഹാരാജാവ് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പോലെ നാരദ മഹർഷിയിൽ നിന്ന് ബഹുളാശ മഹാരാജാവ് ഇത് ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കും ബഹുളാശ മഹാരാജാവിന് ഈ എന്താ ഭക്തി കൂടി കൂടി കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് നാരദ മഹർഷിയുടെയും കണ്ണീന്ന് വെള്ളം വന്നിട്ട് ഇങ്ങനെ ബഹുളാശ മഹാരാജാവ് പിന്നെയും ചോദിക്കാണ്, ഹേ നാരദ മഹർഷി, എന്തിനാണ് ഭഗവാൻ എന്താ ഗോലോകം വിട്ടിട്ട് ഭൂമിയിൽ വന്നത്? ഭാരതവർഷത്തില് ഈ ദ്വാരകയില് ഇപ്പം എന്താ ദ്വാരകയില് ഭഗവാൻ എന്തിനാണ് ഭഗവാൻ ഇവിടെ വന്നത്? എന്ത് കാര്യം ചെയ്യാനാണ്? അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാണ്. പിന്നെ അങ്ങിപ്പൊ ഗോലോക വൃന്ദാവനത്തെ പറ്റി പറഞ്ഞു. ഈ ഗോലോക വൃന്ദാവനം എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിന്റെ അവിടെയുള്ള എന്താ അതിനെപ്പറ്റി എനിക്ക് വർണ്ണിക്കൂ. ഗോലോക വൃന്ദാവനം എങ്ങനെയാണ് ഇരിക്കുന്നത്? അവിടെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ തരത്തിലുള്ള പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, ആരൊക്കെയുണ്ട്? ഭഗവാന്റെ അവിടുത്തെ കുറെ ലീലകള് എല്ലാം എനിക്ക് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താണ്, അനേക കോടി നമ്മള് എന്താണ് ജനിച്ചു മരിച്ച് അങ്ങനെ അവസാനം എന്തൊക്കെയോ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരു സത്സംഗം, ഭക്തന്മാരുടെ സത്സംഗം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ. അത് എന്താണ് എപ്പോഴും സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത്രയും എന്താണ് ഭക്തന്മാരുടെ ഒരു എന്താണ് സത്സംഗം കിട്ടുന്നത് കുറെ വർഷങ്ങൾ നമ്മൾ കുറെ പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ആൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഭഗവാന്റെ അടുത്ത് ശ്രീകൃഷ്ണനെ പ്രാപിക്കാനും പറ്റും. എന്നിട്ട് ബഹുളാശ മഹാരാജാവ് ഇപ്പം നമ്മുടെ മുമ്പിലും നാരദ മഹർഷിയൊക്കെ വന്നിരുന്ന നമ്മളും ചോദിക്കത്തില്ല, ഭഗവാൻ നമ്മളെ കുറിച്ച് ഓർക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അങ്ങനെ ബഹുളാശ മഹാരാജാവും ചോദിക്കാണ്, എന്നാണ് എനിക്ക് ഭഗവാന്റെ ദാസനാവാൻ പറ്റുന്നത്? ഭഗവാനെ സെർവ് ചെയ്യാൻ എനിക്ക് എന്നാണ് ശരിക്കും പറ്റുന്നത്? ഇത് എന്താണ് ഭഗവാൻ എന്നാണ് എന്നെ ഒന്ന് നോക്കുന്നേ എന്ന് എന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ബഹുളാശ മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പൊ നാരദ മഹർഷി പറയാണ്, അങ്ങ് രാജാക്കന്മാരുടെ രാജാവാണ്. അങ്ങ് ശരിക്കും ഭഗവാൻ ഇഷ്ടമാണ് അങ്ങേ. നാരദ മഹർഷി പറയാണ് ബഹുളാശ മഹാരാജാവിന്, ശ്രീകൃഷ്ണൻ അങ്ങേ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങൊരു ഭയങ്കര അനുഗ്രഹമുള്ളൊരു എന്താണ് ഭക്തനാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകയിലാണ് എന്താണ് വസിക്കുന്നതെങ്കിലും എപ്പോഴും അങ്ങയെക്കുറിച്ച് ഓർക്കാറുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഭഗവാൻ അങ്ങയ്ക്ക് ദർശനം തരും. എന്താണ് എന്നിട്ട് അവസാനം നാരദ മഹർഷി പറഞ്ഞു നിർത്തുന്നത്, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത് ഭഗവാന്റെ ഭക്തരല്ലാതെ വേറെ ആരാണ് എന്ന് പറഞ്ഞാണ് നാരദ മഹർഷി നിർത്തുന്നത്. അപ്പൊ നമുക്കറിയാലോ, ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഭക്തനാകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ തൃശ്ശൂർ പൂരം, എന്താ പറയാ, തിരുവനന്തപുരം രണ്ടാമത്തെ പൂരവും കഴിഞ്ഞു. ഹരിബോൾ.